പുതുവർഷത്തോടനുബന്ധിച്ച് KSRTCയുടെ ഒരു സമ്മാനം തന്നെയാണ് മൂന്നാറിനും സഞ്ചാരികൾക്കുമുള്ളത്. ഏതായാലും രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഉദ്ഘാടനം പൂർത്തിയായി കഴിഞ്ഞു. ഏതായാലും സാർ എങ്ങനെയുണ്ട് ഈ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഉദ്ദേശം? രണ്ടാമത്തെ തീർച്ചയായിട്ടും ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ് വളരെ വിജയകരമായി ആയിട്ടാണ് പോകുന്നത് എന്ന് മാത്രമല്ല, ഇപ്പം മൂന്നാറിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെ പുറത്തുനിന്നുള്ള ഒരാൾ ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം കാണുന്ന ഒന്നായിട്ട് നമ്മുടെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരെണ്ണം കൂടി. അത് KSRTCയുടെ മൊത്തം അനുഭവ സമ്പത്ത്, അവരുടെ തൊഴിലാളികളുടെ പരിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രണ്ടാമത്തെ ഒരെണ്ണം കൂടി ഇറക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ് ഏതായാലും 1 കോടി രൂപയിലധികം KSRTCക്ക് ഒരു വലിയൊരു വരുമാനം ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ബസ്സും അത്തരത്തിലൊരു നേട്ടം ഉണ്ടാക്കുന്നതാണ് പ്രതീക്ഷ. അത് തന്നെയാണ് പ്രതീക്ഷ. ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ് ഇപ്പം 1,18,00,000 രൂപ മൊത്തം കളക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം അത് തുടങ്ങുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അന്ന് അദ്ദേഹം ഈ ഒരു ആശയം പറയുന്ന സമയത്ത് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ, നമ്മുടെ കുറച്ച് ഇഷ്യൂസ് എങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ വളരെയധികം എന്താണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ആശയത്തിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഈ ബസ് ഡിസൈൻ ചെയ്യുകയായിരുന്നു. അത് KSRTCയുടെ സ്വന്തം സെൻട്രൽ വർക്സ് പാപ്പനംകോടിൽ വെച്ച് അത് വളരെ വിജയകരമായി. ആ ഒരു വിഷൻ എന്ന് പറയുന്നത് വളരെ ശരിയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയകരമായ കഥ പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തതും ഒരു സംശയവുമില്ല, തീർച്ചയായിട്ടും ഇവിടുത്തെ മൂന്നാറിലെ സാഹചര്യത്തിന്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഡിസൈനും എല്ലാമാണ് അതും വിജയകരമാകും. ഏതായാലും ദേവളം MLA നമ്മളൊപ്പം ഉണ്ട്. ഇത് മൂന്നാറിൻ്റെ ഒരു പുതുവർഷത്തോടനുബന്ധിച്ച് നൽകിയ ഒരു KSRTCയുടെ സമ്മാനമാണെന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും ആദ്യം ഓണസമ്മാനം കിട്ടി. ഇതിപ്പോൾ പുതുവർഷത്തിൻ്റെ സമ്മാനമായിട്ടാണ് രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ്സും കൂടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കുന്നതിന് ഇതുപോലുള്ള ഡബിൾ ഡെക്കർ ബസ്സുകൾ വന്നതോടുകൂടി കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇതിലൂടെ യാത്ര ചെയ്ത് യാത്രാ അനുഭവം അവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഏതായാലും രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ്സും സഞ്ചാരികൾ ഏറ്റെടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ക്യാമറാമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.